തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് ബി ജെ പിക്ക് ലഭിച്ചത്. അതിൽ പലരും വല്ലാത്ത അസ്വസ്ഥതയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ബി ജെ പി എങ്ങനെ ജയിച്ചു എന്ന് വരെ കണ്ണ് രണ്ട് വെളിയിലിട്ട് ആളുകൾ ചോദിക്കുന്നു, പ്രത്യേകിച്ച് അന്തംകമ്മികൾ ചോദിക്കുന്നു എന്നുള്ളതാണ്. ബി ജെ പി അടിത്തട്ടിൽ നിന്ന് ഇവരൊക്കെ പല പല കേസുകളിൽ വ്യാപൃതരായപ്പോൾ ബി ജെ പി അടിത്തട്ടിൽ നിന്ന് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ ആർ സിയുടെ ഒരു തന്ത്രം, അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ തന്ത്രം കൃത്യമായി ഫലിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഗ്രൂപ്പീസവും തമ്മിലടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് അധികാരം വേണം, അതിനുവേണ്ടിയുള്ള തുടക്കം ബി ജെ പി ആരംഭിച്ചു എന്നുള്ളതാണ്. സി പി എം ഞെട്ടുകയാണ്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ബി ജെ പി ജയിച്ചത്? അതായത് അന്തം വിട്ട് കണ്ണ് തള്ളിയാണ്. ഇനി പഠിക്കണം, പുതിയ ക്യാപ്സ്യൂൾ ഇറക്കണം, അതുകൊണ്ട് പഠിച്ചിട്ട് പറയാം എന്നാണ് സഹാക്കന്മാർ പറയുന്നത്. എന്താണ് പുതിയ ക്യാപ്സ്യൂൾ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇനി വോട്ട് ചോരിയുമായി സഹാക്കന്മാർ വരുമോ എന്നറിയില്ല. ബി ജെ പി എന്തായാലും തലസ്ഥാനം കീഴടക്കി. തലസ്ഥാനം മാത്രമല്ല, മുൻകാലങ്ങളിൽ ഒന്നും ബി ജെ പി സ്വീകരിക്കാത്ത ഒരു സമീപനവുമായാണ് ബി ജെ പി രംഗത്തെത്തിയത്. അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പഞ്ചായത്തുകളല്ല, അതിക്കും മേലെ ബി ജെ പി ഭരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് കാലാകാലങ്ങളായി കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും അനുവദിച്ചു വന്നിരുന്ന അതേ നയങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റായി ബി ജെ പി അത് നടത്തിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. കാരണം തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന 24 മണിക്കൂർ തികയും മുമ്പാണ് ഒരു വലിയ ഓപ്പറേഷൻ സംസ്ഥാന വ്യാപകമായി ബി ജെ പി ആരംഭിക്കുന്നത്. 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ സമയത്തിന് ഒരു വലിയ വിലയുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് ഫലവും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ഒക്കെ അതിനെക്കുറിച്ച് വലിയ ഒരു എന്താ പറയുക, വലിയ സംഭവ വികാസങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഒരുപാട് പേര് ഇതിന് വിശകലനം ചെയ്യും. എങ്ങനെയാണ് ജയിച്ചത്, എങ്ങനെയാണ് തോറ്റത്, അവിടെ വോട്ട് കൂടിയത് എങ്ങനെയാണ്, ഇവിടെ വോട്ട് കൂടിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ നിതിൻ ഗഡ്കരി ഇതിനെക്കുറിച്ച് IIT ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു സെമിനാറിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടം എങ്ങനെയാണ് എന്നുള്ളത്. അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടം ഗോവയിൽ തിരഞ്ഞെടുപ്പ് നടന്നു. അവിടെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഏതാണ്ട് ഇഞ്ചോടിഞ്ച് മത്സരം. ബി ജെ പിക്ക് ഭരിക്കണമെങ്കിൽ 5 MLA കുറവുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് 3 MLA, 2 MLA കിട്ടിയാലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഭൂരിപക്ഷം ഒരാളൂടെ ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു കരുത്തുകൂടെ കിട്ടും. അത്രയേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഗോവയിൽ ഇനി എന്ത് എന്നൊരു ചോദ്യം വലുതായിട്ട് ഉയർന്നു വരുന്നു. കോൺഗ്രസ് ഭരിക്കുമോ ബി ജെ പി ഭരിക്കുമോ എന്നൊക്കെയുള്ളത് 1ാം മോദി സർക്കാരിന്റെ ടൈമാണ്. എന്തായാലും 2 പാർട്ടികളും കോൺഗ്രസ് ബി ജെ പിയും ഗോവയിൽ ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആ രാത്രി 10 മണിയോട് അടുപ്പിച്ച് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് നിതിൻ ഗഡ്കരിയും കോൺഗ്രസിന്റെ വില്ലാളി വീരനായ നമ്മുടെ KC ദില്ലിയിൽ നിന്ന് ഗോവയിലേക്ക് വിമാനം കയറി. രണ്ടുപേരും ഒരേ വിമാനത്തിലാണ് യാത്ര ചെയ്തെന്നുള്ളത് മറ്റൊരു കൗതുകം. എന്തായാലും വിമാനത്താവളത്തിൽ രണ്ടുപേരും എത്തി. അതിനുശേഷമുള്ള വാർത്തകൾ ആർക്കും അറിയില്ല. പിറ്റേന്ന് പുലർച്ചെ വേണുഗോപാൽ, അതായത് KC വേണുഗോപാൽ എണീച്ചു നോക്കുമ്പോൾ ചാനലിൽ മിന്നി പറയുന്ന ഫ്ലാഷ് BJP സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു, ഗവർണറെ കാണാൻ പോവുകയാണ് എന്നുള്ള വാർത്തയാണ്. ഇതിനെക്കുറിച്ച് പിന്നീട് നിതിൻ ഗഡ്കരി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഈ രാഷ്ട്രീയത്തിൽ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വിലയുണ്ട്. ആ രാത്രിയിൽ ഗോവ വിമാനത്താവളത്തിൽ ഇറങ്ങി താൻ നേരെ പോയത് തങ്ങൾക്ക് പിന്തുണ നൽകാൻ കഴിയുമെന്ന് കരുതുന്ന MLA അടുത്തേക്കാണ്. അതായത് ഈ മനോഹർ പരീക്കർ, അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അദ്ദേഹം ഗോവ മുഖ്യമന്ത്രിയായി പിന്തുണ തരാമെന്നൊക്കെ ആയിരുന്നു അവിടെ പോയിട്ട് ഒരു ഡീൽ ഉറപ്പിക്കുകയായിരുന്നു. അതായത് അവർ വെച്ച ഡിമാൻഡുകൾ എന്തൊക്കെയാണ്? മനോഹർ പരീക്കറിനെ മുഖ്യമന്ത്രിയാക്കുക, ഒരു മികച്ച മുഖ്യമന്ത്രി നേതാവൊക്കെ തന്നെയാണ്, അദ്ദേഹത്തെ മന്ത്രിയാക്കുക, അങ്ങനെ കുറെ ഡിമാൻഡുകളൊക്കെ വെച്ചു. അതെല്ലാം അംഗീകരിച്ചു. പുലർച്ചെ ഒരു 7 മണിയായപ്പോൾ തന്നെ ഗവർണറെ കാണാനായിട്ട് ഈ സംഘം പോകുന്നു എന്ന വാർത്തയാണ്. പക്ഷേ വേണുഗോപാലിന് അതിന് കഴിഞ്ഞില്ല. കാരണം വേണുഗോപാലിന് 3 MLA മതിയായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്നുള്ളതാണ്. വിമാനം ഇറങ്ങി നിതിൻ ഗഡ്കരി നേരെ പോയത് MLA കാണാനും അവിടെ സംസാരിക്കാനും റെസ്റ്റ് എടുക്കാതെ തന്നെ എന്തിനാണ് താൻ വന്നത്, തങ്ങൾക്ക് ഗോവയിലെ ഭരണം പിടിക്കണം, അതിന് എന്തൊക്കെ തന്ത്രങ്ങൾ മെനയാൻ കഴിയും, ആരെയൊക്കെ കൂടെ നിർത്താൻ കഴിയും, ആർക്കൊപ്പം ആരെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയും, അവരുടെ ഡിമാൻഡുകൾ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും, ഭരണം പിടിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ ഭരണം കിട്ടിയാൽ പിന്നെ BJP അള്ളിപ്പിടിച്ചതുപോലെയാണ്. അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് പാടുപെടുക, മറ്റുള്ളവർ ഇറക്കാനും കുറച്ച് പാടുപെടേണ്ടി വരും. അതുകൊണ്ട് അവർക്കറിയാം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവരിറങ്ങില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിൽ
നിതിൻ ഗഡ്കരിക്ക് പോയപ്പോ കേസ് ഇവിടെ ഉറങ്ങി റെസ്റ്റ് ഒക്കെ എടുത്ത് നല്ല ആഹാരമൊക്കെ കഴിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ചൊക്കെയാണ് കേസ് ഇരുന്നത്. പക്ഷേ അവര് പറഞ്ഞു കുഴപ്പമില്ല, പിന്നെ നിതിൻ ഗഡ്കരിക്ക് ആ സമയം കൊണ്ട് കാണാനുള്ളവരെയൊക്കെ കണ്ട് അദ്ദേഹം അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തി രാവിലെ കേസ് കഴിച്ച് കണ്ണു തുറന്നു നോക്കിയപ്പോ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് BJP ഗോവയിലെ ഭരണം പിടിച്ചു എന്നുള്ളത്. അപ്പൊ അതുപോലെയാണ് കേരളത്തിലും BJP, അതായത് BJPയുടെ സ്വതന്ത്രന്മാരെയും മെമ്പർമാരെയും ഒക്കെ അടർത്തിയെടുത്ത് LDF UDFും കേരളത്തിൽ പല പഞ്ചായത്തും ഭരിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. BJP ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം ഇലക്ഷൻ കമ്മീഷൻ നൽകിയ 26 നിന്ന് ഒരുപക്ഷെ 31 32 ഒക്കെ വർദ്ധിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം കപ്പിനും ചുണ്ടിനിടയിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ട പഞ്ചായത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ പിടിക്കാനുള്ള തന്ത്രങ്ങൾ അവർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പൊ എന്തായാലും ഒരു ബിഗ് ഓപ്പറേഷൻ നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഈ പാർട്ടിയെ പിന്തള്ളിക്കളയാൻ, പാർട്ടിയെ മാറ്റി നിർത്താനേ കഴിയില്ല എന്നുള്ളത് LDF UDF തിരിച്ചറിഞ്ഞു. അതായത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു നേതാവ് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഭരണം പിടിക്കേണ്ടത്, എങ്ങനെയാണ് അവിടെ വിജയിക്കേണ്ടത്, എങ്ങനെയാണ് ആളുകളെ കൂടെ നിർത്തേണ്ടത്, എങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ അതായത് ഈ വിജയത്തിനുള്ള ഒരു ഓപ്പറേഷൻ നടത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ BJPക്ക് തിരുവനന്തപുരത്ത് 50 സീറ്റാണ് ലഭിച്ചതെങ്കിൽ നിയമസഭയ്ക്ക് തൊട്ടടുത്തോ ഈ തിരുവനന്തപുരത്ത് 50 എന്നുള്ളത് ഒരു പക്ഷെ 60 ആകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റു പാർട്ടികളിലുള്ള അസംതൃപ്തരെ അടർത്തിയെടുത്തുകൊണ്ട് അതിന്റെ സംഖ്യ വർദ്ധിപ്പിക്കാൻ ഒരു നീക്കം BJP നടത്തും. മറ്റു പാർട്ടികൾ കരുതലോടെ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. സ്വാഭാവികമായി അവിടെ ജയിച്ച കൗൺസിലർമാരൊന്നും MLA സ്ഥാനത്ത് മത്സരിക്കാൻ സാഹചര്യമില്ല. അതിൽ 1-2 പേരൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കാം. ബാക്കിയുള്ളവർ അതൃപ്തരാണ്. അവർക്കൊന്നും സീറ്റൊന്നും കൊടുക്കത്തില്ല. കാരണം ഈ നമുക്കറിയാം ശൈലജ ടീച്ചറിനെയൊക്കെ മാറ്റി നിർത്തിയ ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. സഹാക്കന്മാർക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അവര് മത്സരിപ്പിക്കില്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ BJP അത്തരത്തിൽ ഈ അതൃപ്തരായി നിൽക്കുന്നവരെ ഗോവയിൽ പയറ്റി അതേ തന്ത്രം തന്നെ കേരളത്തിലും പയറ്റുമോ എന്നുള്ള ഭയത്തിലാണ് ഇപ്പൊ UDFും LDFും എന്നുള്ളതാണ്. അതായത് BJPയെ സംബന്ധിച്ച് 199 സീറ്റാണ്, 26 ഗ്രാമപഞ്ചായത്ത് അവർ ജയിക്കുകയുമുണ്ടായി. ഈ 70ഓളം പഞ്ചായത്തുകൾ ഒരു എങ്ങനെയാണ് അത് തങ്ങളിലേക്ക് എടുക്കേണ്ടത്, ഒരു ഹാങ് പാർലമെന്റ് ആക്കി മാറ്റി. അതായത് ഈ BJP ചിന്തിക്കുന്നത് ഭരണം വേണം, അതിന് അതൃപ്തരായി നിൽക്കുന്നവരെയൊക്കെ തങ്ങളുടെ കൂടെ നിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് BJP ചിന്തിക്കുന്നത്. അതൊരു പക്ഷേ സക്സസ് ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം രാജീവ് ചന്ദ്രശേഖറാണ് പാർട്ടി നയിക്കുന്നത്. അദ്ദേഹത്തിന് കൃത്യമായ കാര്യങ്ങൾ അറിയാം. ഒരുപാട് വർഷം നരേന്ദ്രമോദിയോടൊപ്പം കേന്ദ്രത്തിലും ഒക്കെ പയറ്റി തെളിഞ്ഞിട്ട് കേരളത്തിൽ വന്ന ഒരാളാണ്. അപ്പൊ തന്ത്രങ്ങൾ മെനയാൻ രാജീവ് ചന്ദ്രശേഖരെ പുതിയതായി ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ചുവടുവയ്പ് എന്നൊന്നും ആരും പറയണ്ട. BJP കളമറിഞ്ഞ് കളിച്ചത് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരുടെ വിജയം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.